ഒടുവിൽ സസ്പെൻസ് പൊളിച്ച് അജിത് കൂത്താട്ടുകുളം. ദൃശ്യം ആദ്യ ഭാഗത്തിൽ ഇല്ലാതിരുന്ന പല അഭിനേതാക്കളും ദൃശ്യം 2 ഉണ്ടായിരുന്നു. നിർണായക റോളുകളിൽ തന്നെ അത്തരത്തിലുള്ള പല അഭിനേതാക്കളും എത്തി. ദൃശ്യം 2 അത്തരത്തിൽ ഒരു കഥാപാത്രമായി എത്തിയ ആളാണ് അജിത് കൂത്താട്ടുകുളം. അജിത് ഇപ്പോൾ എവിടെ പോയാലും ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്: ദൃശ്യം 3 അഭിനയിക്കുന്നുണ്ടോ? ചിത്രത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പരിമിതികളുണ്ടെങ്കിലും ചിത്രത്തിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെന്ന കാര്യം ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് അജിത്. യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് അജിത് കൂത്താട്ടുകുളം ചിത്രത്തിലെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്. ദൃശ്യം 3 അഭിനയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് അത് താൻ പറയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ അജിത് ചിത്രത്തിലെ തൻ്റെ സാന്നിധ്യം വ്യക്തമാക്കി. 17 ദിവസത്തെ ചിത്രീകരണമാണ് ദൃശ്യം 3 അജിത്തിന് ഉണ്ടായിരുന്നത്. ദൃശ്യം 2 താൻ അഭിനയിച്ചത് 21 ദിവസം ആയിരുന്നെന്നും അജിത് പറഞ്ഞു. ട്വിസ്റ്റുള്ള ക്ലൈമാക്സ് ആയിരിക്കുമോ ചിത്രത്തിൻ്റേത് എന്ന ചോദ്യത്തിന് ചിത്രത്തിൻ്റെ കഥ തന്നെ മുഴുവനായി തനിക്കറിയില്ലെന്നും തൻ്റെ സീൻ മാത്രമാണ് മനസ്സിലായതെന്നും അജിത്. അതേസമയം ചിത്രത്തിൻ്റെ ടീസർ ഇന്ന് പുറത്തെത്തും. മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ മറുഭാഷാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ആദ്യ 2 ഭാഗങ്ങൾ റീമേക്കുകളിലൂടെ മറുഭാഷ പ്രേക്ഷകർക്കിടയിൽ നേടിയ വമ്പൻ റീച്ചാണ് ഇതിനു കാരണം. കോവിഡ് കാലത്ത് ഡയറക്റ്റ് OTT റിലീസായി എത്തിയ ദൃശ്യം 2 മലയാളം ഒറിജിനൽ തന്നെ മലയാളികൾക്ക് പുറത്ത് വലിയ റീച്ച് നേടിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം. അതേസമയം പ്രതീക്ഷകളൊന്നുമില്ലാതെ ചിത്രം കാണാൻ വരണമെന്ന് ജിത്തു ജോസഫ് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെ വരിക. ആദ്യ ഭാഗം പോലെയോ രണ്ടാം ഭാഗം പോലെയോ അല്ല ദൃശ്യം 3. ജോർജ് കുട്ടിയുടെ ഇമോഷനുകളിൽ കൂടിയാണ് അതിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭയങ്കര ജഗബൊഗ സിനിമ പ്രതീക്ഷിച്ചു വന്നാൽ നിരാശരായേക്കും. പക്ഷേ അതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. നേരത്തെ ഒരു അഭിമുഖത്തിൽ ജിത്തു പറഞ്ഞിരുന്നു.